ദെൻ തോമസ് മാത്യു അപകടം വേദനാജനകം. കോൺഗ്രസിന് എത്രയോ സ്റ്റേജുകൾ ആൾബാഹുല്യം മൂലം തകർന്നു വീണിരിക്കുന്നു എന്ന് തോമസ് മാത്യു. ഓക്കെ, ബ്രേക്കിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കിപ്പം ഉള്ളത് പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും. ഗുഡ് മോർണിംഗ് പ്രവീൺ. ഗുഡ് മോർണിംഗ് അരുൺ. യെസ് പ്രവീൺ, ഞാൻ ആദ്യം നമുക്ക് പ്രശാന്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചു കയറുന്ന വിഷയത്തിൽ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും അഭിപ്രായ സ്വരൂപണം നടത്താവുന്നതാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് PS പ്രശാന്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്. ഈ 5 ദേവസ്വം ബോർഡുകളിൽ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കേണ്ടതായിട്ടുണ്ട്, ധരിക്കേണ്ടതല്ലാത്ത ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ശബരിമല, അവിടെ ഒരു ഡ്രസ് കോഡും പറയുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു തീരുമാനം നമുക്ക് ദേവസ്വം ബോർഡുകളുടേതായ എല്ലാവരുടെയും കൂടി ഒരു തീരുമാനം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു അഭിപ്രായ സ്വരൂപണം നമുക്ക് നടത്താവുന്നതാണ്. അത് ഉചിതമായ തീരുമാനം എല്ലാ ദേവസ്വം ബോർഡുകളുടെയും അഭിപ്രായം ഗവൺമെന്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു മറുപടി പറയും. എന്തായാലും പ്രവീൺ പുരുഷോത്തമൻ, മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്ന നിബന്ധനയ്ക്കെതിരെ ഇപ്പോൾ കേരളത്തിലൊരു ക്യാമ്പയിൻ രൂപപ്പെട്ടു വരുന്നുണ്ട്. SNDP പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിച്ചു. NSS ഇക്കാര്യത്തിൽ എല്ലാവരുടെയും ചർച്ച വേണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എല്ലാ ദേവസ്വം ബോർഡുമായിട്ടും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. സർക്കാരിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതിൽ സംഭവം നടക്കുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെങ്കിലും ഈ മാറ്റം ഉണ്ടാവുമോ? മാറ്റം വരികയാണെങ്കിൽ എല്ലാ ദേവസ്വം ബോർഡിലും ഉണ്ടാവും. അതാണ് അജികുമാർ പറഞ്ഞിരിക്കുന്ന സൂചന, അല്ലേ പ്രവീൺ പുരുഷോത്തമൻ? അരുണ്, കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടന ആ ഒരു സമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഒരു പരാമർശം നടത്തിയിരുന്നു. അതാണിപ്പോൾ കേരളീയ സമൂഹം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിഷയത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞു. സ്വാമി സച്ചിദാനന്ദ പ്രധാനമായും പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഉടുപ്പഴിച്ച് കയറുന്ന ആ ഒരു സമ്പ്രദായം അത് തീർത്തും അന്ധവിശ്വാസമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ശ്രീനാരായണ സമൂഹം അത്തരം പ്രവർത്തനങ്ങളെ അത് ഈ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അല്ലെങ്കിൽ ഉടുപ്പ് ധരിച്ചുകൊണ്ട് കയറുന്ന ആ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ആ ഒരു പാത ഇപ്പോൾ ശ്രീനാരായണ സമൂഹം പിന്തുടരുന്നില്ല എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. അദ്ദേഹം ആ മഹാസമ്മേളനത്തിൽ വെച്ച് ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. പഴയ കാലത്ത് പൂണൂൽ കാണുന്നതിന്, ബ്രാഹ്മണർ ധരിക്കുന്ന പൂണൂൽ കാണുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പഴിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചു കയറുന്ന വിഷയത്തിൽ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും അഭിപ്രായ സ്വരൂപണം നടത്താവുന്നതാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ചില ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാം, ചില ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനാകില്ല. ശബരിമലയിൽ ഡ്രസ് കോഡില്ല. വിഷയത്തിൽ സർക്കാർ അഭിപ്രായം ചോദിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറുപടി പറയുമെന്നും PS പ്രശാന്ത് റിപ്പോർട്ടറോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമനോടാണ് സംസാരിച്ചത്. പ്രവീൺ, നമുക്ക് തുടരാവുന്നതാണ്. നേരത്തെ നമ്മളെ ആ വാർത്ത പറയുന്നതിനിടയ്ക്കാണ് നമുക്കൊരു ഇടവേള വേണ്ടി വന്നത്. പ്രവീൺ, ചുരുക്കത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് മറ്റു ദേവസ്വം ബോർഡുകളുമായിട്ട് കൂടി ആലോചിച്ച ശേഷം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നാണ്. എന്തായാലും ബന്ധപ്പെട്ടവരുമായി ചർച്ച വേണം എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്, അല്ലേ? അതെ അരുൺ, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരിക്കലും ഒരു യെസ് നോ അങ്ങനെ ഒരു മറുപടി നാം പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുമില്ല. കാരണം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടി തന്നെയാണ്. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് അഴിച്ച് കയറുന്ന സമ്പ്രദായം അത് അന്ധവിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ഗുരു ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ പോലും അകത്ത് കയറുമ്പോൾ മേൽവസ്ത്രം, ഉടുപ്പ് അഴിച്ച് പ്രവേശിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും തുടരുന്നു. അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ ഭക്തരൊക്കെ വരുമ്പോൾ പൂണൂൽ കൃത്യമായും കാണുന്നതിന് ബ്രാഹ്മണർ ധരിക്കുന്ന പൂണൂൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പഴയ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ PS പ്രശാന്ത് മേൽവസ്ത്രം ധരിക്കുന്നത്
ധരിച്ച് തന്നെ കയറാം അല്ലെങ്കിൽ ധരിക്കാതെ കയറുന്നത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള മറുപടിയല്ല നൽകിയത്. പകരം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്. ഈ വിഷയത്തിൽ 5 ദേവസ്വം ബോർഡുകളുടെയും അഭിപ്രായം തേടണം. ഈ വിഷയത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കണം. അതിനുശേഷം ഒരു അഭിപ്രായ സമന്വയം എല്ലാ ദേവസ്വം ബോർഡുകളുടെയും അഭിപ്രായങ്ങൾ ചേർത്തുകൊണ്ട് പിന്നീട് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. അതേസമയം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ തങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു മറുപടി പറയും എന്ന ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് PS പ്രശാന്ത് പറഞ്ഞത്. അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറഞ്ഞു വെച്ചു. അതായത് ശബരിമലയിൽ ഇപ്പോൾ ഡ്രസ് കോഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയിലേക്ക് അദ്ദേഹം പോകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അരുൺ, തീർച്ചയായിട്ടും പ്രവീൺ പുരുഷോത്തമൻ, ബന്ധപ്പെട്ടവരുമായി ചർച്ച വേണം, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രേക്ഷകർ എഴുതുന്നു.